പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 26-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വൈജ്ഞാനികാശ്ച കപില കണാദസുശ്രുതസ്ഥദാ ചരകോ ഭാസ്കരാചാര്യോ വരാഹമിഹിരസുധീഹി. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട മഹാത്മാവ് വരാഹമിഹിരൻ. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ സൂര്യഭക്തനായ ആദിത്യദാസ് തൻ്റെ മകന് മിഹിരൻ എന്നു പേരിട്ടു. അമ്മയുടെ പേര് സത്യവതി. നല്ലൊരു ഗണിതശാസ്ത്രജ്ഞനായിരുന്നു മിഹിരൻ്റെ അച്ഛൻ. ഉജ്ജയിനിയിൽ വെച്ച് ആര്യഭടനെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച മിഹിരൻ ജീവിതം മുഴുവൻ ജ്യോതിശാസ്ത്രത്തിനും ജ്യോതിഷത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ചു. ഒരു ദിവസം വിക്രമാദിത്യൻ്റെ രാജസദസ്സിൽ ചെന്ന മിഹിരൻ രാജാവിൻ്റെ മകൻ്റെ ജാതകം നോക്കിയിട്ട് ഈ ഗ്രഹനിലകൾക്കനുസരിച്ച് ജാതകൻ 18-ാമത്തെ വയസ്സിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരിക്കും എന്ന് പ്രവചിച്ചു. എല്ലാ വിധത്തിലും വിധിയെ തടുക്കുവാൻ രാജാവ് ശ്രമിച്ചു. എന്നാൽ നിശ്ചിത ദിവസം രാജകുമാരനെ കാട്ടുപന്നി കുത്തിക്കുന്നു. താങ്കൾ ജയിച്ചുവെന്ന് പറഞ്ഞ രാജാവിനോട് ഞാനല്ല, ശാസ്ത്രമാണ് ജയിച്ചത്. രാജകുമാരന്റെ മരണത്തിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് മിഹിരൻ മറുപടി പറഞ്ഞു. അന്നു മുതൽ അദ്ദേഹം വരാഹമിഹിരനായി അറിയപ്പെട്ടു. നിരന്തരമായി യാത്ര ചെയ്തിരുന്ന അദ്ദേഹം റോമിലും പോയിരുന്നു. പ്രാചീന യവനരുടെ ശാസ്ത്ര നേട്ടങ്ങളെ അദ്ദേഹം പുകഴ്ത്തിയിട്ടുണ്ട്. അദ്ദേഹം വിക്രമാദിത്യൻ്റെ നവരത്നങ്ങളിൽ ഒന്നായിരുന്നു. ഭൂമി ഉരുണ്ടതാണെന്നും ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളുടെ പ്രകാശം തട്ടിയാണ് തിളങ്ങുന്നത് എന്നും ഭൂമി വസ്തുക്കളെ തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവും അദ്ദേഹം കണക്കാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖ്യകൃതികൾ പഞ്ചസിദ്ധാന്തം, 106 അധ്യായങ്ങളുള്ള ബൃഹത് സംഹിത, ബൃഹത് ജാതകം എന്നിവയാണ്. ഇവയിൽ ജ്യോതിഷത്തിനു പുറമെ ഭൂമിശാസ്ത്രം, ഭൗതികശാസ്ത്രം, നക്ഷത്ര പഠനം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതികൾ എന്നിവ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ അക്കാലത്തെ ഈജിപ്റ്റ്, ഗ്രീസ്, റോം എന്നിവിടങ്ങളിലെ ശാസ്ത്ര സിദ്ധാന്തങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. സുഗന്ധങ്ങൾ, രത്നങ്ങൾ, ബന്ധനങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാൻ സാധിക്കും. തൻ്റെ ഗ്രന്ഥങ്ങൾ വിശാലമായ ജ്യോതിഷ സമുദ്രത്തിലെ നൗകകളാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പൃഥുയാസൻ്റേതാണ് ഹോരാശാസ്ത്രം എന്ന പ്രശസ്ത ജ്യോതിഷ ഗ്രന്ഥം. ഹോരയാണ് ഹൗർ ആയത്. മകൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രമുഖ ശിഷ്യൻ. ആര്യഭടൻ, വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ മുതലായ ഗണിതശാസ്ത്രകാരന്മാർ സമ്പന്നമായിരുന്നു ഗുപ്ത കാലഘട്ടം. വനസ്പതി ശാസ്ത്രത്തിലും വരാഹമിഹിരൻ അഗ്രഗണ്യൻ ആയിരുന്നു. 587 തൻ്റെ 88-ാമത്തെ വയസ്സിൽ അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇന്നത്തെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സജ്ജനങ്ങളെ, വരാഹമിഹിരൻ എന്ന മഹാത്മാവിനെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. നാളെ മുതൽ അടുത്ത ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.